ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 29 തിങ്കളാഴ്ചയാണ്. ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന US FOMC മീറ്റിംഗ് ഈ ആഴ്ചയാണ്. പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് US നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്നുണ്ട്. ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വരാനുണ്ട്. വെള്ളിയാഴ്ചത്തെ ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് പോയാൽ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയായിരുന്നു. US യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിലായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ഈ ഒരു പോസിറ്റിവിറ്റി ഏഷ്യൻ മാർക്കറ്റിലും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഇന്ന് നമുക്കൊരു 90 മുതൽ 100 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനൊക്കെ ഉള്ള സാധ്യതയാണുള്ളത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യം മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ നിർണായകമായ വ്യാപാര പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും ഒമാനും. ഫോർമസ് കടലിടുക്കിലേക്കുള്ള കവാടം എന്ന നിലയിൽ ഒമാന്റെ പങ്ക് കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുമാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിലവിലുള്ള വാർഷിക വ്യാപാരം $13 ബില്യൺ താഴെയാണ്. ഇത് ഈ ബന്ധത്തിലെ വളർച്ചയുടെ സാധ്യതയെ ഉയർത്തിക്കാട്ടുന്നു. എന്നിരുന്നാലും വ്യാപാര കരാറിന്റെ അന്തിമ രൂപം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന ഗവൺമെന്റിന്റെ അംഗീകാരത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അടുത്തത്, കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതുപോലെ ശനിയാഴ്ചയും ധാരാളം പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വന്നിരുന്നു. റിസൾട്ടുകളിലേക്കാണ്. ആദ്യം മാരുതി സുസുക്കി ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 3878 കോടി രൂപയാണ്. 47.8% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. സ്ട്രോങ് ഓപ്പറേറ്റിംഗ് നമ്പേഴ്സ് തന്നെയാണ് കമ്പനിയെ നല്ല പ്രോഫിറ്റിലേക്ക് കൊണ്ടെത്തിച്ചത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 19.3% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 38,235 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി HCL ടെക്നോളജീസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 3986 കോടി രൂപയാണ്. കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ 4.8% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 0.2% വർധനവാണ് രേഖപ്പെടുത്തിയത്. 28,499 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 810.8 കോടി രൂപയാണ്. 4.4% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. നെറ്റ് പ്രീമിയം ഇൻകത്തിലും ഒരു വർധനമുണ്ടായിട്ടുണ്ട്. 26.2% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. നെറ്റ് പ്രീമിയം ഇൻകം ഇപ്പോൾ ഉള്ളത് 25,116.5 കോടി രൂപയിലാണ്. നെറ്റ് കമ്മീഷനിലാണ് ഒരു ഇടിവ് കാണുന്നത്. 851.4 കോടി രൂപയിലാണ് നെറ്റ് കമ്മീഷൻ ഉള്ളത്. 2.3% ഇടിവാണ് അവിടെ കാണുന്നത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ICICI ബാങ്ക് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 10,707.5 കോടി രൂപയാണ്. 17.4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. ഓവറോൾ ഏർണിംഗ്സ് അനലിസ്റ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 8.07% വർധനവാണ് വന്നിരിക്കുന്നത്. 19,093 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. മറ്റൊരു പോസിറ്റീവായ ന്യൂസ് ഉള്ളത് IREDA പറ്റിയുള്ളതാണ്. ഗവൺമെൻറ് നവരത്ന സ്റ്റാറ്റസ് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡിന് കൊടുത്തിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. കൂടാതെ നിരവധി കമ്പനികളുടെ റിസൾട്ട് വന്നിരുന്നു. ശക്തി പമ്പ്സിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായ റിസൾട്ട് തന്നെയായിരുന്നു. JP പവർ നല്ല റിസൾട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് IDA ആണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കമ്പനികളുടെ കുറിച്ച് റിസൾട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു സെഷൻ തന്നെയാണ്. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. ഇനി രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ്. നിരവധി പ്രധാനപ്പെട്ട ഇവൻസുകളുണ്ട്. പ്രത്യേകിച്ച് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ US നിന്ന് പുറത്തു വരും. അപ്പോൾ നിർണായകമായ ഒരു വീക്ക് തന്നെയാണ്. കൂടാതെ നിരവധി കമ്പനികളുടെ റിസൾട്ടുകളുണ്ട്. ആദ്യം ഏപ്രിൽ 29 തിങ്കളാഴ്ച യൂറോസോൺ എക്കണോമിക് സെൻറ്റിമെൻറ്റ് ഡാറ്റയാണ് പുറത്തു വരുന്നത്. ഏപ്രിൽ 30 ചൊവ്വാഴ്ച പുറത്തു വരുന്നത് ചൈന NBS മാനുഫാക്ചറിംഗ് PMI ഡാറ്റ. മെയ് 1 ബുധനാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഹോളിഡേ ആണ്. അന്നേ ദിവസം പ്രധാനപ്പെട്ട ഇവൻ്റായ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തുവരും. ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയും അന്നേ ദിവസം തന്നെയാണ്. മെയ് 2 വ്യാഴാഴ്ച ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI ഡാറ്റയും ബാങ്ക് ഓഫ് ജപ്പാൻ മിനിറ്റ്സും അതുകൂടാതെ US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും
വ്യാഴാഴ്ചയാണ്. മെയ് 3 വെള്ളിയാഴ്ച ബാങ്ക് ലോൺ ഗ്രോത്താണ് പുറത്തു വരുന്നത്. ഇനി റിസൾട്ടുകളിലേക്ക്. തിങ്കളാഴ്ച ഏപ്രിൽ 29 ട്രെൻഡ്, അൾട്രാടെക് സിമെൻറ്റ് എന്നീ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടാണ്. ചൊവ്വാഴ്ച അദാനി എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, ചോളമണ്ഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ്, ഹാവൽസ് ഇന്ത്യ, ഇൻഡസ് ടവേഴ്സ്, IOCL എന്നീ കമ്പനികളുടെ റിസൾട്ട്. ബുധനാഴ്ച അദാനി പവർ, അംബുജ സിമൻസ്. വ്യാഴാഴ്ച അദാനി പോർട്സ്, കോൾ ഇന്ത്യ, ഡാബർ ഇന്ത്യ, ഫെഡറൽ ബാങ്ക് എന്നിവയുടെ. വെള്ളിയാഴ്ച ടൈറ്റൻ്റെ റിസൾട്ടാണ്. ശനിയാഴ്ച കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ടും. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഇവൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റി 22,419 150 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 സെഷനുകളിൽ പോസിറ്റീവായ നിഫ്റ്റി വെള്ളിയാഴ്ചയാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത്. ഒരു സപ്പോർട്ടായി കണക്കാക്കാൻ കഴിയുന്നത് വ്യാഴാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ ലോ ആയ 22,300 ലെവലുകളാണ്. 22,600 എന്ന ലെവലിൽ വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തെങ്കിലും സെല്ലിംഗ് പ്രഷറിൽ ആദ്യ മണിക്കൂർ മുതൽ തന്നെ ഒരു ഇടിവിലേക്ക് നിഫ്റ്റി പോയി. 22,500 നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ ലെവലാണ് എന്ന് ഒരിക്കൽ കൂടി കണ്ടു. ആ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ നിഫ്റ്റി ഇടിയുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ 22,419 അവസാനിച്ചത്. ഒരു ഡാർക്ക് ക്ലൗഡ് കവറിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിലേക്ക് വന്നാൽ ഒരു ഹൈ വേവ് ടൈപ്പ് ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 1.38% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം 22,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,400 9% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. അതേസമയം കോൾ സൈഡിൽ 21% വർധനവാണ്. രണ്ട് സ്ഥലത്തും ഒരു ബിൽഡപ്പ് തന്നെയാണ്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പുമാണ്. 22,350 സ്ട്രൈക്കിൽ 64% വർധനവ് പുട്ട് സൈഡിൽ കാണാം. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിൽ 254% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുണ്ട്. അടുത്തത് 22,450 സ്ട്രൈക്കിൽ 17% വർധനവാണുള്ളത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 80% വർധനവാണ് കോൾ സൈഡിലുള്ളത്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. ഈ 3 സ്ട്രൈക്കുകൾ മാത്രം കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡാണ് കുറച്ച് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 48,294 ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 5 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്ക് ഇതോടെ അവസാനിച്ചു. കഴിഞ്ഞ ആഴ്ച 1.3% നേട്ടത്തോടെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 20 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് ഉള്ളത് 48,000 വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ 48,000 പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 50,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,500 അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,500 സ്ട്രൈക്കിലും അതിനുശേഷമാണ് 48,200 സ്ട്രൈക്കിലും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000 ഇന്ത്യ വിക്സിലേക്ക്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്ത്യ വിക്സ് ഏകദേശം 20% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അടുത്ത 3 ദിവസങ്ങളിലും ഇന്ത്യ വിക്സ് ഉയരുകയായിരുന്നു. 10.92 1.82% ഉയർന്നാണ് ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. സ്വിംഗ് സെഗ്മെന്റിൽ ആദ്യം ശോഭ ലിമിറ്റഡ് ആയിരുന്നു. ഏപ്രിൽ 23 1692 എൻട്രി എടുത്തു. 1798 വരെയാണ് അപ്പായത്. 5.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് മഹാരാഷ്ട്ര ബാങ്കാണ്. മാർച്ച് 5 ഏപ്രിൽ 1 എൻട്രി എടുക്കുന്നത്. 63.5 നിന്നും 69.4 വരെയാണ് അപ്പായത്. 8.4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് NLC ഇന്ത്യയാണ്. ഏപ്രിൽ 10 എൻട്രി എടുക്കുന്നത്. 241 എൻട്രി എടുത്തു. 253.5 വരെ അപ്പായി. 4.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് RVNL ആയിരുന്നു. ഏപ്രിൽ 23 278.5 എൻട്രി എടുത്ത് 295 വരെ അപ്പായി. 5.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. ഫൈൻ പൈപ്സ് ഏപ്രിൽ 24 എൻട്രി എടുക്കുന്നത്. 269 279.6 വരെയാണ് അപ്പായത്. 3.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത്
ഫെബ്രുവരി 26-നും ഏപ്രിൽ 26-നും എൻട്രി എടുത്ത സ്റ്റോക്കാണ് ഹഡ്കോ. 216-ൽ എൻട്രി എടുത്തു. 233.8 വരെയാണ് അപ്പായത്. ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്കും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ ഒരു സ്റ്റോക്കാണ് ഹഡ്കോ. 7.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഇർക്കോൺ. ഫെബ്രുവരി 19-ന് 239.3-ലാണ് എൻട്രി എടുത്തത്. 250 വരെ അപ്പായി. 4.2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് FSL ആയിരുന്നു. 211-ൽ എൻട്രി എടുത്തു. 223.4 വരെ അപ്പായി. ഏപ്രിൽ 25-നാണ് സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. അടുത്തത് ജിൻഡാൽ സോ ആയിരുന്നു. ഏപ്രിൽ 12-ന് 512-ൽ എൻട്രി എടുത്തു. 563.75 വരെ അപ്പായി. 9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്ക് ബയോകോൺ 280 CE ആയിരുന്നു പറഞ്ഞത്. ഏപ്രിൽ 24-നാണ് എൻട്രി എടുക്കുന്നത്. 292-ൽ നിന്നും 304.5 വരെയാണ് അപ്പായത്. നല്ല പ്രോഫിറ്റായിരുന്നു ബയോകോണിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് BHEL ആണ്. 270 CE ആയിരുന്നു പറഞ്ഞത്. ഏപ്രിൽ 25-ന് 272.5-ൽ നിന്നും 281 വരെ സ്റ്റോക്ക് അപ്പായി. അടുത്തത് ഡിക്സോൺ 8000 CE ആയിരുന്നു. ഏപ്രിൽ 24-നാണ് 8012-ൽ എൻട്രി എടുക്കുന്നത്. 8376 വരെയാണ് അപ്പായത്. അടുത്തത് ഡിവിസ് ലാബ് 3800 CE ആയിരുന്നു പറഞ്ഞത്. ഏപ്രിൽ 25-ന് 3848-ൽ നിന്നും 3945 എന്ന ലെവൽ വരെ ഹൈ അപ്പായി. നല്ല പ്രോഫിറ്റായിരുന്നു ഡിവിസ് ലാബിലും ലഭിച്ചത്. സ്വിംഗ് സെഗ്മെന്റിലും F&O സെഗ്മെന്റിലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS വെള്ളിയാഴ്ച 3408 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 4356 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS വലിയ സെല്ലിങ്ങിലാവുമ്പോൾ തന്നെ DIs വലിയ ബൈയിങ്ങിലേക്കും പോകുന്നുണ്ട്. US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച മാർച്ച് മാസത്തെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയതും റിസൾട്ടുകൾക്ക് ശേഷം ആൽഫബറ്റ് 10% ഉയർന്നതും എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ കൊണ്ടുവന്ന മൈക്രോസോഫ്റ്റ് 2%-നടുത്ത് ഉയർന്നതും US മാർക്കറ്റുകൾക്ക് കൂടുതൽ ഉണർവേകി. US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 2%-ന് മുകളിലാണ് ഉയർന്നത്. S&P 500 1.02% നേട്ടത്തിലും ഡൗ ജോൺസ് 0.40% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി വെള്ളിയാഴ്ചത്തെ ഈ നേട്ടത്തിൻ്റെ പിന്നിൽ ടെക് സെക്ടറുകളുടെ ഒരു വിളയാട്ടം തന്നെ ഉണ്ടായിരുന്നു. ആൽഫബറ്റിനും മൈക്രോസോഫ്റ്റിനും പുറമെ ആമസോൺ 3.4% ഉയർന്നു. എൻവിദിയ 5.8%, മെറ്റ 0.4% ഉയരുകയും ചെയ്തു. S&P 500-ലെ 11-ൽ 6 സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കെടുത്ത് നോക്കിയാൽ S&P 500-ഉം നാസ്ഡാക്കും നവംബർ 2023-ന് ശേഷം ഏറ്റവും ഉയർന്ന വീക്ക്ലി ഗെയിനാണ് നേടിയത്. 3 ആഴ്ചത്തെ നഷ്ടത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച കണ്ടത്. വെള്ളിയാഴ്ചത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇതോടെ US 10-ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകളിൽ ഒരു ചെറിയ ഇടിവ് കണ്ടു. 4.66%-ലാണ് ഇപ്പോൾ US 10-ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകളിൽ. ഡോളർ ഇൻഡെക്സ് 106-ന് താഴെയായിട്ട് 105.95-ൽ എത്തി നിൽക്കുന്നു. ഏർണിംഗ് സൈഡിലേക്ക് വന്നാൽ മാക്ഡൊണാൾഡ്സ്, കൊക്കക്കോള, ആപ്പിൾ, ആമസോൺ എന്നീ കമ്പനികളുടെ പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ട് ഈ ആഴ്ച പുറത്തു വരുന്നുണ്ട്. ഇതിനു പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട FOMC മീറ്റിംഗും ഈ ആഴ്ച തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.35% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.28% നേട്ടത്തിലും. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.26% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. മെയ്ക്ക് മൈ ട്രിപ്പ് 0.07% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.78% ഉയരുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.28% നേട്ടത്തിലും, S&P 500 0.20% നേട്ടത്തിലും, നാസ്ഡാക്ക് 2.0% തന്നെ നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.75% നേട്ടത്തിൽ, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.89% നേട്ടത്തിൽ, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.36% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 1.20% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സ്റ്റോക്കുകൾ 2%-ന് മുകളിൽ നേട്ടമുണ്ടാക്കി. കെമിക്കൽ സ്റ്റോക്കുകൾ 0.3%-ന്റെ ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.14% നേട്ടത്തിൽ, CAC 0.17% നേട്ടത്തിൽ, FTSE 0.29% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്.
ഏഷ്യൻ മാർക്കറ്റുകൾ. ബാങ്ക് ഓഫ് ജപ്പാനിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ മാറ്റമില്ലാതെ നിലനിർത്തി. ജപ്പാനീസ് യെൻ വീണ്ടും $ഡോളറിനെതിരെ ഇടിയുകയുണ്ടായി. അടുത്തത് ജപ്പാനിൽ നിന്നും പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ ചൊവ്വാഴ്ച പുറത്തു വരും. ജപ്പാനിൽ നിന്നും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും അന്നേ ദിവസം തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 22,652.50 എന്ന നിലയിലാണ്. 62 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഇന്നൊരു 90 മുതൽ 100 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.81% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.59% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 1.20% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.35% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്ന് പിന്തുണ നേടിയതുകൊണ്ട് തന്നെ എണ്ണവില 2 ആഴ്ച തുടർച്ചയായ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $87.42 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.90% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $83.06 പെർ ബാരൽ എന്ന നിലയിൽ 0.94% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ള ഇവിടെ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യൂസാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.